ഫേസ്ബുക്ക് ക്രിയേറ്റേഴ്സിന് ഈസി ആയിട്ട് തന്നെ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റിയ ഒരു കിടിലൻ മെത്തേഡാണ് ഈ ഒരു വീഡിയോ നോക്കാൻ പോകുന്നത്. അതായത് ലേറ്റസ്റ്റ് ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു മെത്തേഡാണ്. ഒരുപാട് ക്രിയേറ്റേഴ്സ് ഒരുപാട് ക്യാഷ് ഏൺ ചെയ്യുന്നുണ്ട് ഫേസ്ബുക്കിൽ നിന്ന്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് ഫേസ്ബുക്ക് എന്നുള്ളത്. അതായത് ക്രിയേറ്റേഴ്സ് ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവില്ല. നിങ്ങൾ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ നിന്ന് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്താൽ തീർച്ചയായും നിങ്ങൾക്ക് ധാരാളം ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. ഒരുപാട് ക്രിയേറ്റേഴ്സ് ഫേസ്ബുക്കിൽ നിന്നും ധാരാളം ക്യാഷ് ഏൺ ചെയ്യുന്നുണ്ട്. സോ അതിനെല്ലാം ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫേസ്ബുക്ക് മോണിറ്റൈസേഷൻ എനേബിൾ ആണോ ചെക്ക് ചെയ്യണം. ഇതിനെ ജസ്റ്റ് നിങ്ങൾ ഫേസ്ബുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾ പ്രൊഫഷണൽ ഡാഷ്ബോർഡിൽ മോണിറ്റൈസേഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എലിജിബിൾ ആണോ, നിങ്ങൾ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അവിടെ നിങ്ങൾക്ക് എനേബിൾ ആണ്. അതായത് മോണിറ്റൈസേഷൻ എനേബിൾ ആണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ധാരാളം ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. അതായത് നിങ്ങളിപ്പോൾ ഒരുപാട് വീഡിയോസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, എന്നിട്ടും അതിന് മോണിറ്റൈസേഷൻ എനേബിൾ ആയിട്ടില്ല. അതായത് ഇപ്പോൾ സ്റ്റാർസ് എന്നുള്ളൊരു മെത്തേഡ് ഉണ്ട്, അതുപോലെ തന്നെ ബോണസ് എന്നുള്ള മെത്തേഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ കണ്ടന്റ് മോണിറ്റൈസേഷൻ എന്നുള്ളൊരു മെത്തേഡ് ഉണ്ട്. സോ അതല്ലാതെ തന്നെ ലേറ്റസ്റ്റ് ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു മെത്തേഡാണ് പാർട്ട്ണർഷിപ്പ് ആഡ്സ് എന്നുള്ളൊരു മെത്തേഡ്. സോ ഒരുപാട് പേര് ഇതിൽ നിന്ന് ക്യാഷ് ഏൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പാർട്ട്ണർഷിപ്പ് ആഡ്സ് എങ്ങനെയാണ് എനേബിൾ ചെയ്യാൻ നോക്കുക. അതായത് അതിന് മുമ്പ് തന്നെ ഇത് എന്താണ്, അതായത് പാർട്ട്ണർഷിപ്പ് ആഡ്സ് എന്താണെന്ന് നോക്കുക. അതായത് വലിയ വലിയ ബ്രാൻഡ്സ് ഒക്കെ അവർ ആഡ്സ് റൺ ചെയ്യാൻ വേണ്ടി ഒരുപാട് ക്രിയേറ്റേഴ്സിനെ അപ്രോച്ച് ചെയ്യാറുണ്ട്. നല്ലൊരു ഓഫർ, അതായത് നല്ലൊരു ക്യാഷ് ഓഫർ ചെയ്തിട്ടായിരിക്കും ഈ ഒരു ആഡ്സ് റൺ ചെയ്യുന്നത്. ക്രിയേറ്റേഴ്സിൻ്റെ അക്കൗണ്ടിൽ ആഡ്സ് റൺ ചെയ്യുന്നത്, അതായത് കൊളാബ് എന്ന രീതിയിൽ ഈ ഒരു ആഡ്സ് റൺ ചെയ്യുന്നത്. സോ അതിന് ഈ ക്രിയേറ്റേഴ്സിന് നല്ലൊരു വരുമാനം തന്നെ ഏൺ ചെയ്യാൻ സാധിക്കും. നിങ്ങൾ അക്സെപ്റ്റ് ചെയ്താൽ തീർച്ചയായും, അതായത് അവരുടെ റിക്വസ്റ്റ്, അതായത് ബ്രാൻഡ്സിൻ്റെ റിക്വസ്റ്റ് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ തീർച്ചയായും നിങ്ങൾക്ക് അതിന് ധാരാളം ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ നിലവിൽ ഇതാണ് ഈ ഒരു പാർട്ട്ണർഷിപ്പ് ആഡ്സ് എന്നുള്ളത്. സോ ഇതെങ്ങനെ എനേബിൾ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത ശേഷം പ്രൊഫഷണൽ ഡാഷ്ബോർഡ് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോണിറ്റൈസേഷനിൽ ഇവിടെ പാർട്ട്ണർഷിപ്പ് ആഡ്സ് എന്നുണ്ടാവും. ഈ ഒരു പാർട്ട്ണർഷിപ്പ് ആഡ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ റിക്വസ്റ്റ്, അതായത് ബ്രാൻഡ്സിന് റിക്വസ്റ്റ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. സോ ഈ ഒരു ഇത് എനേബിൾ ആണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇതിന് ധാരാളം ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ അപ്പോൾ അങ്ങനെയാണ് പാർട്ട്ണർഷിപ്പ് ആഡ്സ് വർക്ക് ചെയ്യുന്നത്. നല്ല നല്ല കണ്ടൻറ്റൊക്കെ ക്രിയേറ്റ് ചെയ്യുക, അതായത് കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുക. തീർച്ചയായും നിങ്ങളുടെ ഒരുപാട് ബ്രാൻഡ്സ് സമീപിക്കും, അല്ലെങ്കിൽ ആഡ്സ് റൺ ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ക്രിയേറ്റേഴ്സ് അക്കൗണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് ചൂസ് ചെയ്യും. അതിലൂടെ നിങ്ങൾക്ക് ധാരാളം ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. ഫേസ്ബുക്കിൽ മറ്റ് മെത്തേഡുകളുണ്ട്, അതായത് ബോണസ് ഉണ്ട്, സ്റ്റാർസ് ഉണ്ട്, അതുപോലെ തന്നെ കണ്ടൻറ് മാർക്കറ്റിംഗ് എന്നുള്ള ഒരു മെത്തേഡ് ഉണ്ട്. അതുകൂടാതെ തന്നെയാണ് ഈ ഒരു പാർട്ട്ണർഷിപ്പ് ആഡ്സ് എന്നുള്ള മെത്തേഡും കൂടെ വർക്ക് ചെയ്യുന്നത്. സോ എന്തായാലും ഇതിൽ ധാരാളം ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.